ഓം ശം നോ മിത്രശം വരുണഃ ശം നോ ഭവത്വര്യമ ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഛന്ദസാമൃഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോദ്യമതാത് സംബഭൂവ സമേന്ദ്രോ മേധയാ ആസ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമാ കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണഃ കോശോऽസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓമഹം വൃക്ഷസ്യ രേരിവ കീർത്തിപൃഷ്ടം ഗിരേരിവ ഊർധ്വപവിത്രോ വാജനീവത്സുമൃതമസ്മി ദ്രവിണഗം സവർച്ചസം സുമേധാമുദോക്ഷിതഃ ഇതി ത്രിശങ്കോർവേദാനുവചനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓമാപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം. മാഹം ബ്രഹ്മ നിരാകുര്യാത് മാ ബ്രഹ്മ നിരാകരോത്. അനിരാകരണമസ്തു നിരാകരണം മേ അസ്തു. തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം വാഗ്മേ മനസി പ്രതിഷ്ഠിത മനോ മേ വാചി പ്രതിഷ്ഠിത ആവിരാവിർമയേതി വേദസ്യ മാണിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീരനേനാധീതേന ഹോരാത്രാൻ സന്തതാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം നോ വിവാദയ മനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം കർണേഭിः ശൃണുയാമദ്ദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈः സുഷ്ഠുവാഗുംസസ്തനുഭിः വ്യശേമ ദേവഹിതം യദായുः. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം യോ ബ്രഹ്മാണാം വിദദാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ തം ഹദേവമാത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗദ്ധോ ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി. ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം
കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ അധ്യാസഭാഷ്യം കൊണ്ട് ബ്രഹ്മസൂത്രത്തിൽ എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് ആദ്യമേ തന്നെ ശങ്കരാചാര്യ വെളിപ്പെടുത്തി. അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന സൂത്രം കൊണ്ട് എന്തിനു വേണ്ടി, എന്തുകൊണ്ട്, എന്തിനു ശേഷം ബ്രഹ്മജിജ്ഞാസ നമ്മൾ ആരംഭിക്കണം, അതിൻ്റെ ആവശ്യകത നമ്മൾ കണ്ടു. ഇനി അങ്ങനെ അന്വേഷിക്കേണ്ട ബ്രഹ്മത്തിൻ്റെ സ്വഭാവം എന്താണ്, നിർവചനം എന്താണ് എന്ന് നമ്മൾ അടുത്ത സൂത്രം ജന്മാധ്യസ്യത, ബ്രഹ്മത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തിനെ എങ്ങനെ നമുക്ക് നിർവചിക്കാൻ കഴിയും എന്നുള്ള സൂത്രമാണ് അടുത്ത ജന്മാധ്യസ്യത. ഇപ്പൊ ബ്രഹ്മത്തിന് തന്നെ നമ്മൾ ഈ സ്വരൂപ ലക്ഷണമെന്നും തടസ്ഥ ലക്ഷണമെന്നും നമ്മൾ രണ്ടു തരത്തിൽ പറയും. ഇപ്പൊ ബ്രഹ്മം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് സ്വരൂപ ലക്ഷണം. ഇപ്പൊ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, അത് ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ്. ബ്രഹ്മം സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്, അസ്ഥിഭാതിപ്രിയമാണ്. അങ്ങനെ ബ്രഹ്മത്തിന്റെ സ്വഭാവം, അതിൻ്റെ തനി ക്വാളിറ്റി വർണ്ണിക്കുന്നതാണ് സ്വരൂപ ലക്ഷണം. ഇനി അതിനെ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ലക്ഷണമാണ് തടസ്ഥ ലക്ഷണം. ജന്മാധ്യസ്യത, ഏതിൽ നിന്നാണോ ഈ ജഗത്തുണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നത് അതിനെ അന്വേഷിക്കുക. അപ്പോൾ അതിന് കാരണമായിരിക്കുന്ന ഈ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മത്തെ അന്വേഷിക്കുക. അപ്പോൾ അത് തടസ്ഥ ലക്ഷണമാണ്. തടസ്ഥ ലക്ഷണം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ ജഗത്തൊന്നൊരു സാധനം ഇല്ല, പക്ഷെ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ കാണിച്ചിട്ട് അതിന് കാരണമായിരിക്കുന്ന ബ്രഹ്മം എന്ന രീതിയിൽ ബ്രഹ്മത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുക, ബ്രഹ്മത്തെ കാണിച്ചു തരിക. അപ്പോൾ ആ മെത്തേഡാണ് തടസ്ഥ ലക്ഷണം. അപ്പോൾ ശരിക്കുള്ള ബ്രഹ്മത്തിൻ്റെ സ്വഭാവമല്ല കാണിച്ചിരിക്കുന്നത്, പക്ഷെ ബ്രഹ്മത്തിനെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ കാരണമായിരിക്കുന്ന ബ്രഹ്മം, അങ്ങനെ ബ്രഹ്മത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ്. ഇപ്പം ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ, അപ്പോൾ ഒരു സപ്പോസ് അദ്ദേഹത്തിൻ്റെ പേര് ജോഷിയാണെന്നിരിക്കട്ടെ, ഉത്തരേന്ത്യയിൽ നിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ നമുക്ക് ജോഷി ആരെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ നമ്മൾ പോയി. അപ്പോൾ അടുത്തിരിക്കുന്ന ആളിനോട് നമ്മൾ ചോദിച്ചു, ഈ ജോഷി ആരാണ്, സ്റ്റേജിലിരിക്കുന്ന ജോഷി ആരാണ്? അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, ആ തലപ്പാവ് വെച്ച ആളാണ് ജോഷി. ബാക്കിയുള്ളവർക്കൊന്നും തലപ്പാവില്ല. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത ആളിന് ഈ ഇദ്ദേഹത്തിന് അറിയിക്കാനുള്ള എളുപ്പമാർഗമാണ്. അപ്പോൾ നമുക്കത് മനസ്സിലായി, തലപ്പാവുള്ള ആളാണ് ജോഷി. അപ്പോൾ വളരെ പെട്ടെന്ന് ജോഷിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ യഥാർത്ഥത്തിൽ അതെന്ത് ലക്ഷണമാണ്? തടസ്ഥ ലക്ഷണമാണ്. നമ്മളെ ജോഷിയെ കാണിച്ചു തരാനായിട്ട് സഹായിച്ചു. പക്ഷെ ജോഷി ആരെന്ന് ചോദിച്ചാൽ തലയെ കെട്ടുള്ളവനാണ് ജോഷി എന്ന് എഴുതിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ജോഷിയുടെ സ്വരൂപ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോഷി ഇത്ര പൊക്കമുണ്ട്, ഇത്ര വെയിറ്റ് ഉണ്ട്, ഇത്ര ഈ നിറത്തോട് കൂടിയതാണ്, അല്ലെങ്കിൽ കട്ടി വീശയോട് കൂടിയതാണ്, മുടി ഇങ്ങനെ കറുത്ത മുടിയാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് വർണ്ണിക്കുന്നതാണ് സ്വരൂപ ലക്ഷണം. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? തലപ്പാവോട് കൂടിയവനാണ് ജോഷി എന്ന് പറഞ്ഞ് ജോഷിയെ കാണിക്കാനായിട്ട് എളുപ്പത്തിൽ സാധിച്ചു. അത് തടസ്സ ലക്ഷണമാണ്. ജോഷി എപ്പോഴും തലപ്പാവൊന്നും വെക്കാറില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് സമ്മേളനത്തിൽ ഇരുന്നപ്പോഴത്തേക്ക് തലപ്പാവ് വെച്ചെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ തലപ്പാവ് ജോഷിയെ കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ചു. ഇപ്പോൾ സാധാരണ നമ്മുടെ വേദാന്ത ഗ്രന്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ, കാക്ക ഇരുന്ന ദേവദത്തൻ്റെ വീട് ഏതെന്ന് ചോദിക്കുമ്പോൾ ആ കാക്ക ഇരിക്കുന്ന വീടെന്ന് പറയും. അപ്പോൾ
ദേവദത്തിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും കാക്കയൊന്നും ഇരിക്കാറില്ല, പക്ഷെ നമുക്ക് ആ സമയത്ത് കാക്ക ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ കാക്ക ഇരിക്കുന്ന വീട് എന്നുള്ളത് നമുക്ക് ദേവദത്തിൻ്റെ വീട് കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് തടസ്ഥ ലക്ഷണമാണ്. അങ്ങനെ ഈ തടസ്ഥ ലക്ഷണം വഴി നമുക്ക് ബ്രഹ്മത്തെ കാണിച്ചു തരാനായിട്ട് ശ്രമിക്കുകയാണ്. ജന്മാദ്യ അധികരണം. ഇപ്പം ജന്മാദ്യ അധികരണത്തിൽ ഓരോ സബ്ജക്റ്റ്, അതിൽ ഈ ഒരു സൂത്രമേ ഉള്ളൂ, ജന്മാദ്യസ്യ ഏത എന്നുള്ള ഒറ്റ സൂത്രമേ ഉള്ളൂ, രണ്ടാമത്തെ സൂത്രമാണ്. ഇപ്പൊ ലക്ഷണം ബ്രഹ്മണോ നാസ്തി കിം വാസ്തി നഹി വിദ്യതേ ജന്മാതിരന്യ നിഷ്ഠത്വാത് സത്യാദേശ്ച അപ്രസിദ്ധിതഃ ബ്രഹ്മനിഷ്ഠം കാരണത്വം സ്യാലക്ഷ്യ സൃഗ്ഭുജംഗവത് ലൗകികാന്യേവ സത്യാദീന്യ അഖണ്ഡം ലക്ഷയന്തി. അപ്പോൾ ഈ ബ്രഹ്മത്തെ അതിൻ്റെ ലക്ഷണം പറയാൻ പറ്റുമോ ഇല്ലേ എന്ന് ആണ് ആദ്യത്തെ സംശയം. ഇപ്പോൾ പൂർവപക്ഷി പറയുന്നത് ബ്രഹ്മത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷണമൊന്നുമില്ല, അതുകൊണ്ട് ഈ നിർഗണമെന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്, അപ്പോൾ അതിൻ്റെ ബ്രഹ്മത്തിന് അങ്ങനെ ലക്ഷണമൊന്നും പറയാൻ സാധ്യമല്ല. അപ്പോൾ അതിന് മറുപടി പറയുന്ന ബ്രഹ്മത്തിനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. സത്യജ്ഞാനം അനന്തം ബ്രഹ്മ തുടങ്ങിയ ലക്ഷണങ്ങൾ വഴിയും ഈ ജന്മാധ്യസ്യേത എന്ന സൂത്രങ്ങൾ വഴിയൊക്കെ ബ്രഹ്മത്തെ നമുക്ക് എന്ത് ചെയ്യാം, കാട്ടിത്തരാനായിട്ട് പറ്റും. അത് ലക്ഷണമില്ല എന്നുള്ളത്, അത് ബ്രഹ്മത്തിന് ലക്ഷണം കാണിച്ചു തരാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് മറുപടി പറയാണ്. ബ്രഹ്മ ജിജ്ഞാസിതവ്യമിത്യുക്തം കിം ലക്ഷണ പുനസ്തദ് ബ്രഹ്മേത്യത ആഹ ഭഗവാൻ സൂത്രകാര. ബ്രഹ്മ ജിജ്ഞാസ ചെയ്യാൻ സാധിക്കുന്നതാണോ, ബ്രഹ്മത്തെ ജിജ്ഞാസ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണോ? കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ലെങ്കിൽ വെറുതെ ബ്രഹ്മത്തെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല, വെറുതെ ഇടുന്ന് നമ്മൾ എന്തിനു വെറുതെ സമയം കളയുന്നു എന്ന രീതിയിൽ പലരും സംസാരിക്കും. അപ്പം അങ്ങനെയല്ല, ബ്രഹ്മ ജിജ്ഞാസിതവ്യമിത്യുക്തം, ജിജ്ഞാസ ചെയ്യപ്പെടാൻ കഴിയുന്നതാണ്. അപ്പോൾ കിം ലക്ഷണം പുനസ്തദ് ബ്രഹ്മേത്യവ, അങ്ങനെയുള്ള ബ്രഹ്മത്തിൻ്റെ ലക്ഷണം എന്താണ്? അപ്പം അതിന് ഭഗവാൻ സൂത്രകാരൻ ഈ ജന്മാദ്യസ്യേത എന്ന സൂത്രത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിലൂടെ മറുപടി പറയുകയാണ്. ജന്മോത്പത്തി രാതി രസ്യേതി തദ്ഗുണ സംവിജ്ഞാനോ ബഹുവ്രീഹി. അപ്പം ഇത് തദ്ഗുണ സംവിജ്ഞാന ബഹുവ്രീഹി സമാസം ഉപയോഗിച്ചാണ് ഈ ജന്മാദ്യസ്യേത എന്ന ജന്മാദി അസ്യ യതഃ, ഈ ജന്മാദികൾ ഏതിലാണോ, യതഃ എന്ന് വെച്ചാൽ ഏതിലാണോ സംഭവിക്കുക. അപ്പോൾ അങ്ങനെ ഈ ബ്രഹ്മത്തെ കാട്ടിത്തരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾ നമ്മൾ അടുക്കളയിൽ വന്നു. അപ്പോൾ അദ്ദേഹം ദോശക്കല്ല് കണ്ടിട്ടില്ല, ദോശ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, ഈ ദോശക്കല്ല് എവിടെ ഇരിക്കുന്നു? അപ്പം നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ ദോശ ഏതിലാണോ കിടക്കുന്നത്, പാകം ചെയ്യപ്പെടുന്നത്, അപ്പോൾ അടുക്കളയിൽ ദോശക്കല്ലിൽ ദോശ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന സാധനം ഏതൊന്നാണോ അതാണ് ദോശക്കല്ല്. അപ്പോൾ ദോശ കിടക്കുന്നത് വഴി ദോശ കിടക്കുന്ന സ്ഥാനം കണ്ടുപിടിച്ചിട്ട് ദോശക്കല്ലിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതുപോലെ ഈ പ്രപഞ്ചം യാതൊന്നിൽ നിന്നാണോ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നത്, ആ സ്ഥാനത്തെ അന്വേഷിക്കുമ്പോൾ ബ്രഹ്മം ഏതാണെന്ന് നമുക്ക് മനസ്സിലാകും. അല്ലാതെ പുറമേ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന് ആദിയോ അന്തമോ, ഇതെവിടെ നിൽക്കുന്നെന്നോ, എവിടെ തുടങ്ങുന്നെന്നോ, എവിടെ അവസാനിക്കുന്നെന്നോ, ഇതിനെ ആര് നിയന്ത്രിക്കുന്നെന്നോ ഒന്നും നമുക്ക് പുറമേ അന്വേഷിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടത്തില്ല. രൂപമസ്യേഹം തതോപലഭ്യതേ നാന്തോ നചാദിർനജ സമ്പ്രതിഷ്ഠ. ഇത് തുടങ്ങുന്നത് എവിടെന്നോ, എവിടെ നിലനിൽക്കുന്നതെന്നോ, എവിടെ അവസാനിക്കുന്നതെന്നോ, എവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നതെന്നോ ഒക്കെ സയൻസൊക്കെ എത്ര അന്വേഷിച്ചാലും ഈ കുറേ ഗാലക്സികളൊക്കെ കണ്ടുപിടിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെവിടെ നിലനിൽക്കുന്നതെന്നോ, ഇതിൻ്റെ അടിസ്ഥാനം എന്തെന്നോ, ഇതിൻ്റെ സ്വരൂപം എന്തെന്നോ എന്നും സയൻസിന് കണ്ടുപിടിക്കുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ജന്മസ്ഥിതി ഭംഗം സമാസാർത്ഥ. അപ്പോൾ ജന്മസ്ഥിതി ഭംഗം,
സൃഷ്ടി, സ്ഥിതി, സംഹാരം. അങ്ങനെ 3 കാരണങ്ങളാണ്. ജന്മ ആദി എന്നേ പറഞ്ഞിട്ടുള്ളൂ സൂത്രത്തിൽ ജന്മസ്ഥിതി ഭംഗം എന്ന് പറഞ്ഞിട്ടില്ല, ജന്മാദി എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെ ജന്മസ്ഥിതി ഭംഗ സമാസാർത്ഥം ഇത് 3 നടക്കുന്നത് എവിടെയാണോ അതാണ് ജന്മാദ്യസ്യ യതഃ. ജന്മനശ്ചാദിത്വം ശ്രുതി നിർദ്ദേശാപേക്ഷം വസ്തുവൃത്താപേക്ഷം. അപ്പോൾ എന്തുകൊണ്ട് ജന്മ ആദ്യം പറഞ്ഞു? ജന്മസ്ഥിതി, സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടി ആദ്യം പറയാൻ കാര്യം എന്താണ്? ഇല്ലാത്ത കാര്യമല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ആദ്യം പറഞ്ഞാൽ മതി. ഇല്ലാത്ത 3 പേരെ കുറിച്ച് പറയുന്നു. അപ്പോൾ 3 പേരും ഇല്ലാത്തതാണ്. അപ്പോൾ അതിൽ സൃഷ്ടിയെ തന്നെ ആദ്യം പറയേണ്ട കാര്യം എന്താണ്? സൃഷ്ടിയുമില്ല, സ്ഥിതിയുമില്ല, സംഹാരവുമില്ല. പിന്നെ സൃഷ്ടി ആദ്യം പറയേണ്ട കാര്യം എന്താണ്? പറയുന്നത് ശ്രുതി നിർദ്ദേശാപേക്ഷ. ശ്രുതിയിൽ ആദ്യം സൃഷ്ടിയെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഓർഡർ വെച്ചിരിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊരു ഓർഡർ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെയും അങ്ങനെ ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നു. കാരണം ശ്രുതിയെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ശ്രുതിയിൽ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി അതിനെ ഒരു ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ബ്രഹ്മസൂത്രം. അപ്പോൾ ശ്രുതിയിൽ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രുതിയിൽ അത് എങ്ങനെയാണോ അതിൻ്റെ ഓർഡർ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ സൃഷ്ടി ആദ്യം പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഇല്ലാത്ത ഒരു കാര്യത്തിന് 3 കാര്യങ്ങളിൽ സൃഷ്ടി തന്നെ ആദ്യം പറയണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. വസ്തുവൃത്താപേക്ഷം. അപ്പോൾ ശ്രുതി നിർദ്ദേശത്വാത് യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. അപ്പോൾ ഏത് ശ്രുതിയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്? ബ്രഹ്മസൂത്രം ശ്രുതികളെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചയാണ്. അല്ലാതെ സ്വതന്ത്രമായിട്ട് ഒരു സബ്ജക്റ്റ് എടുത്ത് ചർച്ച ചെയ്യുകയല്ല. ഉപനിഷത്തിൽ പറഞ്ഞ കാര്യങ്ങളെ, ഉപനിഷത്തിലെ മന്ത്രങ്ങളെ എടുത്തിട്ട് അതിൻ്റെ അർത്ഥം നിർണ്ണയിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ ഏത് ശ്രുതിയാണ് എടുത്തിരിക്കുന്നത്? തൈത്തരീയ ശ്രുതിയിലെ യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി. അപ്പോൾ ഏതിൽ നിന്നാണോ തൈത്തരീയ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ, ഏതിൽ നിന്നാണോ ഈ ഭൂതങ്ങൾ ഉണ്ടാകുന്നത്, യാതൊന്നിലാണോ ഈ ഭൂതങ്ങൾ നിലനിൽക്കുന്നത്, യാതൊന്നിലേക്കാണോ ഈ ഭൂതങ്ങൾ തിരിച്ചു ലയിക്കുന്നത്, തത് ജിജ്ഞാസസ്വ, അതിനെ നിങ്ങൾ അന്വേഷിക്കുക. അവിടെ ജിജ്ഞാസസ്വ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തത് ജിജ്ഞാസസ്വ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ജിജ്ഞാസ അധികരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് ഒരു സബ്ജക്റ്റ് എടുത്ത് ഡിസ്കസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഉപനിഷത്തിൽ പറഞ്ഞ ശ്രുതിവാക്യങ്ങളുടെ അർത്ഥത്തെ ആ രീതിയിൽ തന്നെ നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. ഇത്യസ്മിൻ വാക്യേ ജന്മസ്ഥിതി പ്രളയാനാം ക്രമദർശനാത്. അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഈ യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. ആദ്യം എന്ത് പറഞ്ഞിരിക്കുന്നു? ജായന്തേ. അപ്പോൾ ഏതിലാണോ ഭൂതങ്ങൾ ഉണ്ടാകുന്നത്, അപ്പോൾ ഉണ്ടാകുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നു. പിന്നെ അതിനുശേഷം അതിൻ്റെ സ്ഥിതി പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ നാശം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഓർഡറിനെ നമ്മൾ ഇവിടെയും ജന്മാദ്യസ്യേദ്യ എന്ന സൂത്രത്തിലും ആ ഓർഡർ തന്നെ ഫോളോ ചെയ്തിരിക്കുന്നു. ജന്മനാ ലബ്ധ സത്താകസ്യ ധർമ്മിണഃ സ്ഥിതി പ്രളയ സംഭവാത്. ഇനി നമ്മൾ യുക്തിയുക്തം ചിന്തിക്കുകയാണെങ്കിൽ ഉണ്ടായ ഒരു സാധനത്തിനല്ലേ സ്ഥിതി പറയാൻ പറ്റും. നിലനിൽക്കുന്ന ഒരു സാധനത്തിനല്ലേ നശിച്ചു പോയി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ലൗകികമായ ബുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ ഇല്ലാത്തൊരു കാര്യം മരിച്ചുപോയി എന്ന് പറയാൻ പറ്റും. നമ്മുടെ ജനിക്കാത്ത ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾ ജനിക്കണം, പിന്നെ അയാൾ ഈ ഭൂമിയിൽ ജീവിക്കണം. അങ്ങനെ ജീവിച്ച ആളിന് മാത്രമേ മരണം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബുദ്ധി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൗകിക ന്യായം അനുസരിച്ചും ഉണ്ടായ ഒരു സാധനത്തിന് മാത്രമേ അസ്തിത്വമുള്ളൂ, നിലനിൽപ്പെന്ന് പറയാൻ പറ്റും. നമ്മളൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാലല്ലേ നമുക്കൊരു കാറിൻ്റെ ഓണർഷിപ്പ് ഉള്ളൂ, കാറിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഉള്ള കാറെ അല്ലേ നമുക്ക് കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പറ്റും.
ഞാൻ എൻ്റെ ഇല്ലാത്തൊരു കാറ് കൊണ്ടുപോയി സർവീസിന് കൊടുത്തെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അസ്തിത്വം വന്നതിന് ശേഷമേ സ്ഥിതിയുള്ളൂ, സ്ഥിതി വന്നതിന് ശേഷമേ സംഹാരമുള്ളൂ. അപ്പം അതുകൊണ്ട് സാധാരണ ലൗകിക ന്യായമനുസരിച്ചുള്ള നിയമത്തെ പാലിച്ചിരിക്കുന്നു. അസ്യേതി പ്രത്യക്ഷാദി സംനിധാപിതസ്യ ധർമ്മിണഃ ഇതമാ നിർദ്ദേശഃ. ഇനി പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തെ ഇതം ശബ്ദം കൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നു. അപ്പം ഇതം, ജഗത്തിലെ ഇതം എന്ന ശബ്ദം കൊണ്ട് നമ്മൾ പറയുകയാണ് ഇതം. ഇപ്പം രണ്ട് പദം, അഹവും ഇതവും, ഞാനെന്നുള്ളതും പ്രപഞ്ചം എന്നുള്ളതും. ഇതം, ഈ പ്രപഞ്ചമായി നമ്മൾ പെർസീവ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഇതം, ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിയപ്പെടുന്ന എല്ലാത്തിനെയും കൂടെ ചേർത്ത് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ഇതം. അപ്പം നമ്മളെല്ലാവരും ഈ ഇതത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ ഇന്ദ്രിയങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ഈ ലോകം ഇതം എന്ന് നമ്മൾ നിർവചിക്കുകയും ആ ഇതത്തെ കണ്ടുപിടിക്കാനും ഇതത്തെ നമുക്ക് നേടിയെടുക്കാനും ഇതത്തെ നമുക്ക് അനുകൂലമായിട്ട് തിരിക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതം മുഴുക്കുകയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മറ്റേ ഈ പട്ടിയുടെ വാല് പോലെയാണ്. നമ്മൾ ശ്രമിക്കുന്നതോറും എന്ത് ചെയ്യും? ഒരു ഭാഗം നന്നായി വരുമ്പോൾ മറ്റേ ഭാഗം വീണ്ടും വളഞ്ഞിരിക്കും. ഈ പ്രപഞ്ചം അങ്ങനെയാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നമുക്ക് അനുകൂലമായിട്ട് നന്നാക്കി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നീണ്ട ഒരു വാല് പോലെയാണ് ഇരിക്കുന്നത്, ഒരു കൊച്ചു കുഴൽ. ഒരു ഭാഗം നിവർത്തി വന്ന് മറ്റേ എൻ്റെ എത്തുമ്പോൾ മറ്റേ ഭാഗം എന്ത് ചെയ്യും? വളഞ്ഞു തന്നെ ഇരിക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തെ നേരെയാക്കാനുള്ള നമ്മുടെ ശ്രമമെല്ലാം അതുപോലെയാണ്. കാരണം എന്താണ്? ഇതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അത് ഇതംപദം, അറിയപ്പെടുന്നതാണ്, അത് ജഗത്താണ്. അങ്ങനെ അതിനെ എല്ലാം കൂടെ നമ്മൾ എന്തായിട്ട് ഇതം എന്ന പദം കൊണ്ട് നിർവചിച്ചിരിക്കുന്നു. ഷഷ്ടി ജന്മാദി ധർമ്മസംബന്ധാർത്ഥ, അത് ഷഷ്ടി വിഭക്തി കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. യഥ ഇതി കാരണനിർദ്ദേശ. അപ്പോൾ ജന്മാദ്യസ്യ യഥയിലെ യഥ എന്നുള്ളത്, യഥ എന്നുള്ളത് കാരണശബ്ദം. ജന്മാദികൾക്ക് കാരണമായിട്ടിരിക്കുന്നത് യാതൊന്നാണോ അതാണ് ബ്രഹ്മം. അങ്ങനെ യഥശബ്ദം ഈ പ്രപഞ്ചത്തിന് കാരണമായിട്ടുള്ള ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. അസ്യ ജഗതോ നാമരൂപാഭ്യാം വ്യാകൃതസ്യ അനേക കർത്തൃഭോക്തൃ സംയുക്തസ്യ പ്രതിനിയത ദേശകാല നിമിത്ത ക്രിയാഫലാശ്രയസ്യ മനസാപ്യ അചിന്യരചനാരൂപസ്യ ജന്മസ്ഥിതിഭംഗം യത സർവജ്ഞാ സർവശക്തേ കാരണാത് ഭവതി തദ് ബ്രഹ്മേതി വാക്യശേഷ. എന്തുകൊണ്ടാണ് ഈ ഈശ്വരനാണ് അല്ലെങ്കിൽ ഈ ബ്രഹ്മവാണി പ്രപഞ്ചമുണ്ടാക്കിയത് എന്നതിന് ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണ് ശങ്കരാചാര്യർ. എന്താണ്? ഈ ജഗത്ത് എങ്ങനെയുള്ളതാണ്? നാമരൂപാഭ്യാം വ്യാകൃത. നാമരൂപങ്ങൾ കൊണ്ട് വ്യാകൃതമാണ്. ഒരാളെ കാണുമ്പോൾ ഇപ്പോൾ ഈ ലോകത്ത് തന്നെ 500 കോടിയിൽ പല ആൾക്കാരില്ലേ, എല്ലാം എന്താണ്? വ്യത്യസ്തമാണ്. എല്ലാവർക്കും നാക്കും മൂക്കും കണ്ണുമൊക്കെ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്താണ്? ഓരോരുത്തരെ കാണുമ്പോഴും ഭിന്നമായിട്ടിരിക്കുകയാണ്. അതൊരു അത്ഭുതമല്ലേ? ഈശ്വരൻ എന്തുമാത്രം പ്രയാസപ്പെട്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോ മുഖം കൊടുക്കുന്നത്. ഒരാളിൻ്റെ മുഖം മറ്റാളിൻ്റെ, സാറ് നമ്മളൊരു പടം വരച്ച, ഒരു മനുഷ്യൻ്റെ പടം വരച്ച, ഒരു 10 പടം വരച്ച ഏതാണ്ട് എല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഈ 5000 കോടി ആൾക്കാരുടെ മുഖം ഉണ്ടാക്കുമ്പോഴും 5000 തരത്തിലാണ്. ഒരാളിനെ പോലെ ഇപ്പം നമ്മൾ 500 രൂപയുടെ നോട്ട് അടിക്കുമ്പോൾ എല്ലാ നോട്ടും ഒരുപോലെയല്ലേ ഇരിക്കും. ഇതതുപോലെയല്ലോ. 500 കോടി ആൾക്കാരെ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരുടെ മുഖവും എങ്ങനെ ഇരിക്കും? ഭിന്നമായ രീതിയിൽ നാമരൂപങ്ങൾ, ഓരോ നാമത്തെയും ഒരു നാമത്തിൻ്റെ ഒരു രൂപം, ആ രീതിയിൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നു. വ്യാകൃതസ്യ അനേക കർത്തൃഭോക്തൃ, മാത്രമല്ല ഓരോ ആളിനും ഒരു കർത്തൃത്വം ഒരു ഭോക്തൃത്വം. അപ്പോൾ അവൻ ചെയ്യുന്ന കർമ്മത്തിന് അവന് ഫലം, അപ്പോൾ അവൻ ചെയ്തതിന് അവന് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ അവൻ അതിൻ്റെ കർത്താവ്, അതിൻ്റെ ഭോക്താവ്. അപ്പോൾ ഇങ്ങനെ ഈ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർ കർമ്മവും കർമ്മഫലവും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ ഭിന്നമായിട്ട് നിൽക്കുകയാണ്, മിക്സ് ചെയ്ത് പോകുന്നില്ലല്ലോ. ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെയും ഞാൻ ചെയ്യുന്ന
പ്രവൃത്തിയുടെയും കർത്തൃത്വം എനിക്ക്, അതിൻ്റെ ഭോക്തൃത്വവും എനിക്ക് കൊടുക്കുന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഈ ലോകത്തെ സംവിധാനം ചെയ്തു വച്ചിരിക്കുന്നു. അനേക കർത്തൃഭോക്തൃത്വ യുക്തസ്യ പ്രതിനിയത ദേശകാല നിമിത്ത, അതിൽ ഓരോ കാലത്തിനും ദേശത്തിനും ഒക്കെ നിമിത്തത്തിനും ഒക്കെ ഭേദം വരുത്തിയിട്ട്, ഇവിടെയുള്ള നിയമം പോലെയല്ല അമേരിക്കയിലെ നിയമം, അമേരിക്കയിലെ നിയമം പോലെയല്ല അറബ് രാജ്യത്തിലെ നിയമം, അറബ് രാജ്യത്തിലെ നിയമം പോലെയല്ല നമ്മുടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നിയമം. അങ്ങനെ ഓരോ രാജ്യത്തിലും ഓരോ നിയമങ്ങളുണ്ടാക്കി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇതിനെല്ലാം ഡിഫറൻ്റായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. മനസാപ്യ അചിന്യരചനാരൂപസ്യ, സാധാരണ മനുഷ്യർക്ക് ഈ പ്രവർത്തനം ചിന്തിക്കാൻ പോലും വയ്യ. സാധാരണ ആൾക്കാർ ഒരു 5 പേരുള്ള ഓഫീസ് മാനേജ് ചെയ്യാൻ തന്നെ എന്ത് പാടുപെടുന്നു, 5-10 പേരെ മാനേജ് ചെയ്യാൻ തന്നെ എന്ത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരെ അചിന്യരചനാരൂപസ്യ, അചിന്യരചനയോടുകൂടിയ ഈ ലോകത്തെ എന്ത് ചെയ്യുന്നു, ഇതിനെല്ലാം വളരെ നിസ്സാരമായിട്ട് മാനേജ് ചെയ്യുന്നു. അചിന്യരചനാരൂപസ്യ ജന്മസ്ഥിതി ഭംഗം, അങ്ങനെ ആ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കെല്ലാം എന്തുണ്ടാവുന്നുണ്ട്, ജന്മമുണ്ട്, സ്ഥിതിയുണ്ട്, ഭംഗമുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ഈ സാധനങ്ങൾക്കെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാനായിട്ട് സർവജ്ഞവും എല്ലാത്തിനെയും അറിയുന്നതിനും എല്ലാം എക്സിക്യൂട്ട് ചെയ്യാനും പവറുള്ളതുമായ കാരണാദ്ധവതി, അങ്ങനെയുള്ള ഒരു ബ്രഹ്മം, തത് ബ്രഹ്മേതി, അങ്ങനെയുള്ള ഒരു ബ്രഹ്മത്തെയാണ് യതഹ എന്ന ശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ യതഹ എന്ന ശബ്ദത്തിന് ശങ്കരാചാര്യർ കൊടുത്ത ആ ഒരു എക്സ്പ്ലനേഷൻ കണ്ടല്ലോ. അസ്യ ജഗതോ നാമരൂപാഭ്യാം വ്യാകൃത അസ്യ അനേക കർത്തൃ ഭോക്തൃ സംയുക്തസ്യ പ്രതിനിയത ദേശകാല നിമിത്ത ക്രിയാഫലാശ്രയസ്യ മനസാപ്യ അചിന്യരൂപസ്യ ജന്മസ്ഥിതി ഭംഗം യതഃ സർവജ്ഞാത് സർവശക്തേഃ കാരണാത് ഭവതി തത് ബ്രഹ്മേതി വാക്യശേഷം. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മം ഈ പ്രപഞ്ചത്തെയെല്ലാം വളരെ ഈസിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജഗത്തിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇത്രയും സർവജ്ഞവും സർവശക്തിമത്തായിരിക്കുന്ന ഒരു ബ്രഹ്മത്തിന് മാത്രമേ ഈ പ്രപഞ്ചത്തെ ഈ നിലയിൽ നിലയ്ക്ക് നിർത്തി. ഇവിടെ എന്ത് ചെയ്യുന്നു, വർഷകാലം വരുന്നു, ഇപ്പോൾ ഉഷ്ണകാലം വന്നിരിക്കുന്നു. ഉഷ്ണകാലം കഴിയുമ്പോൾ എന്ത് വരും, വർഷകാലം വരും. അപ്പോൾ ഈ കാലത്തിനനുസരിച്ച് വ്യത്യാസവും ചെടികളുടെ വ്യത്യാസവും ആളുകളുടെ വ്യത്യാസവും ഒക്കെ സംഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്, അചിന്യരചനാരൂപസ്യ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാമർഥ്യത്തോടു കൂടിയ ബ്രഹ്മം അല്ലെങ്കിൽ ഒരു ഈശ്വരൻ്റെ കഴിവുകൊണ്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. അതിനെയാണ് യഥശബ്ദം കൊണ്ട് നമ്മളിവിടെ വിവക്ഷിക്കുന്നത്. അന്യേഷാമപി ഭാവവിത് കാരണം തൃഷ്യേവാന്തർഭാവഃ ഇതി ജന്മസ്ഥിതിനാശാമിഹ ഗ്രഹണം. അപ്പോൾ ഇവിടെ നമ്മൾ വിവക്ഷിച്ചിരിക്കുന്നത് ജന്മ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെയാണ് ജന്മാദി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ പറയാൻ എന്താണ് കാരണം, വേറൊരു ജന്മത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരെണ്ണവും നമ്മൾ കാണുന്നുണ്ട്. അതേതാണ്, യാസ്ക പരിപഠിതാനാം തു ജായതേ അസ്തി ഇത്യാദീനാം ഗ്രഹണേതേഷാം ജഗതസ്ഥിതി കാലേ സംഭവ്യാൻ. യാസ്കൻ്റെ ജന്മം തൊട്ടിട്ടുള്ള 6 ഏതാണ്, ഇതിൽ 3 ഉള്ളൂ. യാസ്കൻ പറയുന്ന ജന്മം മുതലുള്ള 6 വികാരങ്ങൾ ഏതൊക്കെയാണ് കേട്ടിട്ടുണ്ടോ? ജായതേ അസ്ഥി വർദ്ധതേ വിവരണമതേ അഭക്ഷീയതേ വിനശ്യതി. ഇങ്ങനെ 6 ഉണ്ടാകുന്നു, അതിന് അസ്തിത്വം വരുന്നു, അത് വർദ്ധിക്കുന്നു, അതിന് വിപരിണാമം സംഭവിക്കുന്നു, അത് ക്ഷയിക്കുന്നു, നശിക്കുന്നു. ഇങ്ങനെ 6 വികാരങ്ങൾ. അത് യാസ്കൻ പറഞ്ഞിരിക്കുന്നത് ശരീരത്തെക്കുറിച്ചാണ്. ഈ ശരീരം ഉണ്ടായി വലുതായി യൗവനാവസ്ഥയെ പ്രാപിച്ചു ചേഞ്ച് ചെയ്ത് ജരാനരകളെ പ്രാപിച്ച് അവസാനം എന്ത് ചെയ്യുന്നു, മരിക്കുന്നു. അപ്പം യാസ്കൻ പറഞ്ഞിരിക്കുന്ന ജായതേ അസ്ഥി വർദ്ധതേ എന്ന് തുടങ്ങുന്ന 6 വികാരങ്ങളല്ല
ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തമായിട്ടുള്ള സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെയാണ്. എന്തുകൊണ്ടാണ്? സംഭാവ്യമാനത്വാൻ മൂലകാരണാത് ഉത്പത്തിസ്ഥിതി നാശ ജഗതോന ഗൃഹീത സുരിത്യ ആശങ്കേന തന്മാൻ ശങ്കീത യോത്പത്തി ബ്രഹ്മണസ്തത്രൈവ സ്ഥിതി പ്രളയശ്ച തയേവ ഗൃഹ്യന്തേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗത്തിൻ്റെ സ്ഥിതിയുള്ള സമയത്ത് തന്നെ മനുഷ്യർക്ക് ഉത്പത്തിയും വളർച്ചയും ജരാനിരയും ക്ഷീയതയും നാശമെല്ലാം സംഭവിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഈ ജഗത്തിൻ്റെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ജഗത്തിൻ്റെ മൊത്തമായിട്ടുള്ള സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഏതിൽ നിന്നുണ്ടാകുന്നതോ ഒരു മനുഷ്യൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ളതല്ല എടുത്തിരിക്കുന്നത്. മനുഷ്യൻ്റെ ജായതേസ്തി വർദ്ധതേ എന്നുള്ള ഒരു ഇൻഡിവിജ്വൽ മനുഷ്യൻ്റെ പരിണാമത്തെ അല്ല ജന്മാദ്യസ്യേത എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഇൻ ടോട്ടലായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തമായിട്ടുള്ള സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഏതിൽ നടക്കുന്നുവോ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ യഥോക്ത വിശേഷണസ്യ ജഗതോ യഥോക്ത വിശേഷണം ഈശ്വരം മുക്താന്യത പ്രധാനാത് അചേതനാത് അണുഭ്യോ അഭാവാത് സംസാരിണോവാ ഉത്പത്യാദി സംഭാവയിതും ശക്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പ്രയാസമുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സാഖ്യന്മാർ പറയുന്നത് പോലുള്ള അചേതനമായ ഒരു പ്രധാനത്തിൽ, സാഖ്യന്മാരുടെ സിദ്ധാന്തം കേട്ടിട്ടുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിൻ്റെ ഒക്കെ മൂലകാരണം പ്രധാനം എന്നാണ്, അചേതനമായ പ്രധാനം എന്നാണ് അവർ പറയുന്നത്. അതിന് ഈശ്വരൻ്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എന്നവർ പറയും. അപ്പോൾ അങ്ങനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾ അചേതനമായ ഒരു പ്രധാനത്തിൽ നിന്ന് സംഭവിക്കുക സാധ്യമല്ല. അതുപോലെ അണുവാദികൾ, അണുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നും പിരിഞ്ഞും ഒക്കെ പ്രപഞ്ചം ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് ബുദ്ധിയോടുകൂടിയ ഒരു ഈശ്വരനില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സംഭവിക്കത്തില്ല. അപ്പോൾ അങ്ങനെ അണുക്കളിൽ നിന്നും ആകസ്മികമായിട്ടുണ്ടാകുന്നതല്ല ഈ ജഗത്ത്. ഇങ്ങനെ ഒരു ആകസ്മികമായി ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നൊരു സംഭവമല്ല. അതിൻ്റെ പിറകിൽ ഇൻ്റലിജൻ്റായിട്ടുള്ളൊരു കോസ് വേണം അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഒരു വീട് നന്നായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ വീട്ടിനെ നിയന്ത്രിക്കുന്ന ഒരു ബുദ്ധിമാനായ ഒരാൾ അതിൻ്റെ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ നന്നായിട്ട് പോകുന്നു. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് പോകുന്നെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ ഹെഡായിട്ടൊരു ബുദ്ധിമാനായ ഒരാളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ പലയിടത്തും കണ്ടിട്ടില്ലേ, വളരെ നന്നായിട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അതിൻ്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ അതിൻ്റെ ഓണറോ മരിക്കുമ്പോൾ അത് നാനാവിധമായി പോകുന്നത് കണ്ടിട്ടില്ലേ പലയിടത്തും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം നന്നായിട്ട് പോകണമെങ്കിൽ അതിനെ ഒരു ഇൻ്റലിജൻ്റായിട്ടുള്ള അതിനെ നിയന്ത്രിച്ചു കൊണ്ട് പോകാനായിട്ട് ഒരു ഇൻ്റലിജൻ്റ് കാസ് ഉണ്ടാവണം. അതില്ലെങ്കിൽ ഈ ചെറിയ കാര്യങ്ങൾ പോലും സ്മൂത്തായിട്ട് റൺ ചെയ്യത്തില്ല. അപ്പോൾ ഈ പ്രപഞ്ചം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രപഞ്ചം സ്മൂത്തായിട്ട് റൺ ചെയ്യണമെങ്കിൽ അതിന് ഇൻ്റലിജൻ്റായിട്ടുള്ളൊരു കോസ് ഈശ്വരൻ ബ്രഹ്മം ഉണ്ടായേ പറ്റും. അപ്പം അത് പ്രധാനം കൊണ്ടോ അല്ലെങ്കിൽ അണുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ സംസാരിയായ ജീവനെ കൊണ്ടോ ഒന്നും സാധ്യമല്ല. നജ സ്വഭാവത വിശിഷ്ടദേശകാല നിമിത്താനാം ഇഹോപാദനാത് ഏതദേവ അനുമാനം സംസാര വ്യതിരിക്തേശ്വര അസ്തിത്വാദി സാധനം മന്യന്ത ഈശ്വരകാരുണ്യഃ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ശ്രുതിയത്തതിനെ എന്തിനെ ആശ്രയിക്കണം? ഇത്രയൊക്കെ ചെയ്യാൻ ഒരു ഈശ്വരൻ ഉണ്ടാവും. അപ്പോൾ ഉപനിഷത്തിൽ പറഞ്ഞത് കൊണ്ട് നമ്മളിതിനെ അന്വേഷിക്കുന്നു എന്ന് എന്തിന് ചിന്തിക്കണം? നമ്മുടെ അനുമാനം വെച്ച് അപ്പോൾ അങ്ങനെ ഒരാളുണ്ടാവാം, അങ്ങനെ ഊഹിച്ചെടുത്താൽ പോരെ? അനുമാനം വെച്ച് ചിന്തിച്ചൂടെ? അപ്പോൾ ഈ സൂത്രം ജന്മാദ്യസ്യ യഥഃ എന്ന സൂത്രം
ഒരു അനുമാനത്തിൽ നിന്നുണ്ടായ സൂത്രമായിക്കൂടെ? നന്യുഹാബി തദേവോ ഉപന്യസ്തം ജന്മാദിസൂത്രേ. അയ്യോ, അങ്ങനെ ഈ ജന്മാദ്യസ്യ ഏതെന്ന സൂത്രം അനുമാനത്തിൽ നിന്നുണ്ടായ സൂത്രമല്ല. പിന്നെയോ വേദാന്ത വാക്യങ്ങളിൽ നിന്നുണ്ടായതാണ്, ഉപനിഷത്ത് വാക്യങ്ങളിൽ നിന്നുണ്ടായതാണ്. കാരണം ബ്രഹ്മസൂത്രം സ്വതന്ത്രമായിട്ട് അനുമാനം ചെയ്ത് യുക്തിയുക്തമായിട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല. അത് ഉപനിഷത്തിൽ പറയുന്ന വേദാന്ത വാക്യങ്ങളെ ചേർക്കുന്ന ഒരു സൂത്രമാണ്. എന്താണ്? വേദാന്ത വാക്യ കുസുമഗ്രന്ഥാന അർദ്ധത്വാത് സൂത്രാണ്. ഈ ബ്രഹ്മസൂത്രം എന്താണ്? വേദാന്ത വാക്യങ്ങളാകുന്ന കുസുമങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഗാർലൻഡാണ്, ഒരു മാലയാണ്. വേദാന്ത വാക്യങ്ങളാകുന്ന മനോഹരങ്ങളായ പുഷ്പങ്ങളെ, മനോഹര നിറങ്ങളും മണത്തോടും കൂടിയ ഉപനിഷത്ത് വാക്യങ്ങളാകുന്ന മനോഹരമായ പുഷ്പങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെല്ലാം കൂടെ ചേർത്ത് ഒരു മനോഹരമായ സുന്ദരമായൊരു മാലയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ബ്രഹ്മസൂത്രം എന്ന സൂത്രം. അല്ലാതെ അത് അനുമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഇമാജിനേഷനിൽ നിന്നോ ഉണ്ടായ ഒരു വസ്തു അല്ല. വേദാന്ത വാക്യാനിഹി സൂത്രൈരുദാഹൃത്യം വിചാര്യന്തേ. അപ്പോൾ വേദാന്ത വാക്യങ്ങളെ എടുത്തിട്ട് സൂത്രങ്ങളാക്കി വിചാരം ചെയ്യുവാനായിട്ട്, നമുക്കത് ചിന്തിക്കാനും ബ്രഹ്മത്തെ കണ്ടെത്താനായിട്ട് സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മുമുക്ഷുക്കൾക്ക് ആത്മാവിനെ അറിയുവാനും ബ്രഹ്മ സാക്ഷാത്കാരം ഉണ്ടാക്കാനും വേണ്ടി വേദാന്ത വാക്യങ്ങൾ, ഉപനിഷത്ത് വാക്യങ്ങൾ മാത്രം വെച്ച് സാധാരണ ബുദ്ധിക്ക് അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട് പ്രയാസമായതുകൊണ്ട് അതിനെ വിചാരം ചെയ്യാൻ വേണ്ടി, ആൾക്കാരുടെ ബുദ്ധിയെ രൂപപ്പെടുത്തുവാൻ വേണ്ടി ഇതിനെല്ലാം കൂടി ഒരു പ്രോസസ്സായിട്ട് ഒരു മാല പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. വാക്യാർത്ഥ വിചാരണാധ്വ വാസനാ നിവൃത്യാഹി ബ്രഹ്മാവഗതി അനുമാനാദി പ്രമാണാന്തര നിവൃത്യ. അപ്പോൾ ഇത് വേദാന്ത വാക്യങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? വേദാന്ത വാക്യങ്ങളെ ചിന്തിച്ച് അവഗതി, നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരമുണ്ടാക്കുന്നതിന് വേണ്ടി കോർത്തു വെച്ചിരിക്കുകയാണ് ഉപനിഷത്ത് വാക്യങ്ങളെ. അപ്പം അനുമാനത്തിൽ നിന്നുണ്ടായതല്ല, പക്ഷേ അനുമാനത്തെയും നമ്മൾ അംഗീകരിക്കുന്നു. ഈ വാക്യങ്ങളെ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ അനുമാനിക്കാനും തർക്കിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള അവസരം തന്നിരിക്കുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു മാത്തമാറ്റിക്സ് പഠിക്കുകയാണെങ്കിൽ ഒരു ട്രിഗണോമെട്രി ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ബേസിക് സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് ഇട്ട് തരും. ആ പ്രോബ്ലംസ് വെച്ചിട്ട് അതിൻ്റെ ഇപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസിക്കൽ ടു 1 എന്നൊക്കെ ഉള്ളത് നമ്മൾ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനമായിരിക്കുന്ന വാക്യങ്ങളെ വെച്ചിട്ട് ബാക്കി എക്സാമ്പിൾസും പ്രോബ്ലംസ് വെച്ചിട്ട് അതിനെ ഉറപ്പിക്കുന്നു. അതുപോലെ വേദാന്ത വാക്യങ്ങളെ എടുത്തതിന് ശേഷം അതിലെ അനുമാനവും അതിലെ തർക്കവും അതിലെ വിചാരവും ആ രീതിയിൽ ചെയ്താൽ മാത്രമേ സത്യത്തെ നമുക്കറിയാൻ കഴിയുള്ളൂ. സത്സു വേദാന്ത വാക്യേഷു ജഗതോ ജന്മാധികാരണാ അവദിഷു തദർത്ഥഗ്രഹണാദാർഢ്യാനുമാനാഭി അഭി വേദാന്ത വാക്യ വിരോധി പ്രമാണം ഭവന്ന നിവാര്യതേ ശ്രുത്യൈവ ഹി സഹായത്വേന തർക്കസ്യ അഭ്യുഭേദത്വാത്. അതായത് വേദാന്തം തന്നെ തൻ്റെ ഈ ഉപനിഷത്ത് വാക്യങ്ങളെ ചിന്തിക്കുവാനായിട്ട് അതിൽ നിന്നുകൊണ്ട് തർക്കത്തെ അനുവദിക്കുന്നു. ഏതുപോലെ? ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ഇത് കേൾക്കണം, ഇത് മനനം ചെയ്യണം, ഇതിനെ ഉറപ്പിക്കണം. അപ്പോൾ നമ്മളിത് കേട്ടതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതിനെക്കുറിച്ച് തർക്കിക്കുകയും ഇതിനെക്കുറിച്ച് ഉറപ്പിക്കുകയും എല്ലാവരുടെ അഭിപ്രായം പറയുകയും അതിൻ്റെ നിജസ്ഥിതി ഇങ്ങനെയാണെന്ന് അനുമാനം കൊണ്ടും തർക്കം കൊണ്ടും യുക്തി കൊണ്ടും ഒക്കെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഏതിനു ശേഷമാണ്? വേദാന്ത വാക്യങ്ങളെ എടുത്തിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഇതിനെ ആശ്രയിക്കാതെ ചർച്ച ചെയ്താൽ എങ്ങനെ ഇരിക്കും? യുക്തിചിന്തകന്മാർ ചർച്ച ചെയ്യുന്ന പോലെ ഇരിക്കും, അത് എങ്ങും എത്തത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വേദാന്ത വാക്യങ്ങളെ വെച്ചിട്ട് ആ വേദാന്ത വാക്യങ്ങളെ അർത്ഥം മനസ്സിലാക്കാനായി ശ്രോതവ്യോ
മന്തവ്യോ നിധിധ്യാസിതവ്യോ. അതിനെ കേൾക്കുക. കേൾക്കാതെ നമുക്ക് തർക്കിക്കാൻ പറ്റുമോ, ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോൾ വേദാന്ത ഉപനിഷത്ത് വാക്യങ്ങളെ, ഉപനിഷത്തുകളെ ആദ്യം കേൾക്കണം. ഇതെന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് അതിനെക്കുറിച്ച് വിചാരം ചെയ്യണം, അനുമാനിക്കണം, അതിനെക്കുറിച്ച് തർക്കിക്കാം. അതിനകത്ത് നിന്നുകൊണ്ട് തർക്കിക്കാനും അനുമാനം ചെയ്യാനും നിർണയിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നു. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ഇത് ശ്രുതി. അതുമാത്രമല്ല, പുരുഷബുദ്ധിയെയും നമ്മൾ, ഇത് അറിഞ്ഞ ആളിൻ്റെ പുരുഷബുദ്ധി, അനുഭവം വന്ന ആളിൻ്റെ പുരുഷബുദ്ധി മറ്റുള്ളവരെ സഹായിക്കും. ഇങ്ങനെ ഈ വഴിക്ക് വരും എന്ന് അവർ കൈപിടിച്ച് നിങ്ങളെ കയറ്റും. അവിടെയാണ് ഒരു ഗുരുവിൻ്റെ സ്ഥാനം. എന്താണ് ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നത്? പണ്ഡിതോ മേധാവി ഗന്ധാരാനേവോപസമ്പദ്യേദൈവ മേഹ ആചാര്യവാൻ പുരുഷോ വേദ. കേട്ടിട്ടില്ലേ? ഗാന്ധാര പുരുഷൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഒരാളിനെ കണ്ണ് കെട്ടി, കേട്ടിട്ടില്ലേ കഥ? കേട്ട് കാണുമല്ലോ. കണ്ണ് കെട്ടിക്കൊണ്ട് ഗാന്ധാര ദേശത്തുള്ള ഒരാളിനെ കണ്ണ് കെട്ടി കാലും കെട്ടി കള്ളന്മാരെന്ത് ചെയ്തു? പൈസയൊക്കെ പിടിച്ച് എടുത്തിട്ട് അവനെ ഒരു കാട്ടിനകത്ത് കൊണ്ട് ഉപേക്ഷിച്ചു. അപ്പോൾ അവിടെ ആരുമില്ല, കാട്ടുവഴിയാണ്. കണ്ണും കെട്ടി പോകാനും വയ്യ, കണ്ണും കെട്ടി കാലും കെട്ടി കൈയും കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഞരക്കം കേട്ടിട്ട് അതുവഴി വന്ന ഒരാൾ ഇയാളുടെ കൈകൾ കാലുകളൊക്കെ അഴിച്ചു വിട്ട് കണ്ണുകെട്ട് മാറ്റിയിട്ട് നിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഗാന്ധാരദേശത്താണ്. ഇപ്പോൾ ഗാന്ധാരദേശത്തേക്ക് ഇവിടെ നിന്ന് പോകാനുള്ള വഴി നീ ഇതിലേ പോയി ഇങ്ങനെ ചെന്നിട്ട് ഇന്ന വഴി കൂടെ പോയാൽ നീ എവിടെ എത്തും? ഗാന്ധാരദേശത്തെത്തും എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഒരു വഴിപോക്കൻ. അപ്പോൾ അതുപോലെ ആണ് ഒരു ഗുരു ചെയ്യുന്നത്. അപ്പോൾ കണ്ണ് കെട്ടി എന്താണ് നിവൃത്തി, എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് അറിയാൻ വയ്യാതെ മനുഷ്യർ ഈ കാട്ടിനകത്ത് കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. അവിടെ ഒരു ആചാര്യവാൻ പുരുഷോ വേദ, ആചാര്യനുള്ള ആൾ സത്യത്തെ അറിയുന്നു. ഒരു ആചാര്യൻ എന്ത് ചെയ്യുന്നു? പറഞ്ഞു കൊടുക്കുന്നു, നീ ഇങ്ങനെ ചെയ്യും, ഈ രീതിയിൽ മുന്നേറിയാൽ നിനക്ക് സത്യത്തെ അറിയാൻ പറ്റും. അങ്ങനെ പുരുഷബുദ്ധി ഇതിന് സഹായകരമായി ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ടിട്ടില്ലേ ചാന്തോക്യ ഉപനിഷത്തിൽ? പറഞ്ഞിട്ടുണ്ട്. ഇതിജ പുരുഷബുദ്ധി സഹായമാത്മനോദർശേരി. അപ്പോൾ പുരുഷബുദ്ധി ഈ ആത്മജ്ഞാനത്തിന് സഹായമായി ഉപനിഷത്ത് തന്നെ കാട്ടിത്തന്നിരിക്കുന്നു. കാരണം എല്ലാവർക്കും ഈ ഉപനിഷത്തൊക്കെ വായിച്ച് അതിലെന്താണ് പറയുന്നത് എന്നുള്ളത് ശരിക്കുള്ള അർത്ഥം ഗ്രഹിക്കാനായിട്ട് എളുപ്പമല്ല. കാരണം ബാഹ്യങ്ങളായ കാര്യങ്ങൾ മാത്രം കണ്ട് പരിചയിച്ച ആൾക്കാരാണ്. അപ്പോൾ ഈ ബാഹ്യകാര്യത്തെ എല്ലാം ഇതം ശബ്ദം കൊണ്ട് നിഷേധിച്ചുകൊണ്ടാണ് ഈ ആത്മാവിനെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ അറിയാവുന്ന ഒരു മെൻ്റൽ പ്രോസസ്സിൽ നിന്ന് നേരെ വിപരീതമായ 180 ഡിഗ്രി വിപരീതമായ ഒരു കാര്യമാണ് ബ്രഹ്മജ്ഞാനത്തെ അറിയുന്നത്. അപ്പോൾ ആചാര്യവാൻ, ഇതിനെ ഈ വഴിയിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഈ സത്യത്തെ അറിഞ്ഞിട്ടുള്ള ഒരാളിൻ്റെ പുരുഷബുദ്ധി ഈ സത്യത്തെ അറിയാനായി നിങ്ങളെ സഹായിക്കും. പുരുഷ ഗുരുവിൻ്റെ സഹായം, ഒരു ഗൈഡൻസ്. നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വഴിയിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം എത്താൻ പറ്റും എന്നുള്ള ഒരു പുരുഷബുദ്ധിയുടെ സഹായം ഉപനിഷത്ത് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നു. ന ധർമ്മജിജ്ഞാസായാമിവ ശ്രുത്യാദേവ പ്രമാണം ബ്രഹ്മജിജ്ഞാസ്യാം. ഇനി ധർമ്മജിജ്ഞാസ, വേദങ്ങളൊക്കെ പഠിക്കുക അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുക എന്നതിൽ ഇതുപോലുള്ള പുരുഷബുദ്ധിയുടെ സഹായമൊന്നും വേണ്ട. നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുക, ഇന്ന കർമ്മം ചെയ്യുക, അതിന് ഇന്ന ഫലം കിട്ടും, ഇന്ന പൂജ ചെയ്യുക, ഇന്ന ഫലം കിട്ടും. അപ്പോൾ ഇതുപോലെ ബ്രഹ്മത്തെ അറിഞ്ഞ ഒരാളിൻ്റെ സഹായം അവിടെ ആവശ്യമില്ല. അപ്പോൾ ധർമ്മജിജ്ഞാസയുടെ പ്രോസസ്സും ബ്രഹ്മജിജ്ഞാസയുടെ പ്രോസസ്സും രണ്ടാണ്. അവിടെ ഇതുപോലുള്ളൊരു പുരുഷബുദ്ധിയുടെ ആവശ്യമില്ല. കിന്തു ശ്രുത്യാദയോ അനുഭവാദേശ യഥാ സംഭവമിഹ പ്രമാണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന കർമ്മം ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്ന് ഇവിടെ ഇരിക്കുന്ന ആളിന് പറയാൻ
അനുഭവം ഇല്ലല്ലോ. അയാൾ മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് ധർമ്മജിജ്ഞാസയ്ക്ക് അനുഭവമില്ല. ഈ പ്രമാണം വെച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്ന് അയാൾക്ക് പറഞ്ഞു തരാം. പക്ഷെ അനുഭവം അയാൾക്കും ഇല്ല. അയാൾക്കും ഈ ശ്രുതികളെ ആശ്രയിച്ച്, വേദത്തെ ആശ്രയിച്ച് പറയാനേ പറ്റൂ. പക്ഷെ ബ്രഹ്മജിജ്ഞാസയ്ക്ക് അങ്ങനെയല്ല. ഈ പറയുന്ന ആളിന് അനുഭവവും കൂടിയുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രഹ്മത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് അനുഭവമുള്ള ആളിന് രണ്ട് തരത്തിൽ, ശ്രുതിപ്രമാണവും അനുഭവ പ്രമാണവും വെച്ച് ഈ ആളിനെ സഹായിക്കാനായിട്ട് സാധിക്കും. അനുഭവാവസാനാത് ഭൂത വസ്തു വിഷയത്വാച്ച ബ്രഹ്മജ്ഞാനം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ നമ്മുടെ ധർമ്മജിജ്ഞാസയാണെങ്കിൽ മരിച്ചതിന് ശേഷമല്ലേ സ്വർഗത്തിലെത്തത്തുള്ളൂ. ഇതങ്ങനെയല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പരിസമാപ്തി, ബ്രഹ്മജിജ്ഞാസയുടെ പരിസമാപ്തി എവിടെയാണ്? മരണപര്യന്തം അല്ലല്ലോ. അനുഭവം എപ്പോഴാണോ ബ്രഹ്മ അനുഭവം ഉണ്ടാകുന്നത്, ആ അനുഭവത്തോടുകൂടി പരിസമാപ്തി ഉണ്ടാകും. അപ്പം അതിന് ഈ അനുഭവമുള്ള ഗുരുക്കന്മാരുടെ സഹായവും ഇതിൽ ലഭിക്കും. കർത്തവ്യേഹി വിഷയേ നാനുഭവാപേക്ഷസീതി ശ്രുത്യാദീനാമേവ പ്രമാണ്യം സ്യാത് പുരുഷാധീനാത്മലാഭത്വാച കർത്തവ്യസ്യ. അപ്പോൾ ഈ ധർമ്മജിജ്ഞാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രുതിയെ അനുസരിച്ച് അങ്ങ് ചെയ്യുകയാണ്. അതിൻ്റെ ഫലം പിന്നെയാണ് വരുന്നത്. ഫലം എപ്പോൾ കിട്ടുമെന്നോ അല്ലെങ്കിൽ എത്ര കാലം കിട്ടുമെന്നൊക്കെ നമ്മൾ വിശ്വസിച്ച് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ബ്രഹ്മജിജ്ഞാസ അങ്ങനെയല്ല. ബ്രഹ്മജിജ്ഞാസ നമ്മൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എവിടെ എത്തിച്ചേരും? അനുഭവത്തിൽ. നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് അനുഭവത്തിലെത്തുന്ന കാര്യമാണ്. ഇനി ധർമ്മജിജ്ഞാസയാണെങ്കിൽ കർത്തും അകർത്തും അന്യഥാവകർത്തും ശക്യം. കേട്ടില്ലേ? കർത്തും അകർത്തും അന്യഥാവകർത്തും ശക്യം. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ചെയ്യാം. കർമ്മങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി +2 പാസ്സായി, അപ്പം നിങ്ങൾ പറയുന്നു മെഡിസിന് പോകണമെന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയണം എനിക്ക് സൗകര്യമില്ല, ഞാൻ എൻജിനീയറിങ്ങിന് പോകാം. അപ്പോൾ എൻജിനീയറിംഗ് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ വേറെ അതിന് രണ്ടിനും പോകാതെ വേറൊന്നിന് പോകും. അപ്പോൾ അതെന്താണ്? അവന് കർത്തും ശക്യം, അകർത്തും ശക്യം, അന്യഥാവകർത്തും ശക്യം. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ അവൻ പറയുന്ന പോലെ ചെയ്യാം. ഇനി അതുമല്ല, ഇതിന് മൂന്നാമതായ രീതിയിലും ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെയൊന്നും പഠിക്കാൻ സൗകര്യമില്ല, എനിക്ക് കുറച്ച് പൈസയൊക്കെ തന്നാൽ ഞാൻ പോയി ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാം. ഇവിടുത്തെ കോളേജുകളിലൊന്നും പഠിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. ഇങ്ങനെ പറയുന്ന ഒരുപാട് മക്കളിപ്പോൾ ഉണ്ട്. എനിക്കിപ്പോൾ മെഡിസിൻ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കാൻ പോയി, എനിക്ക് അച്ഛനും അമ്മയും കൂടെ എനിക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് കാനഡയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ ഒരു അഡ്മിഷൻ മാറ്റാൻ ഞാൻ അവിടെ പോയി നന്നായിട്ട് പഠിക്കാം. അപ്പോൾ അതെന്താണ്? കർത്തും ശക്യം, അകർത്തും ശക്യം, അന്യഥാവാകർത്തും ശക്യം. അപ്പോൾ ലൗകികം വൈദികം ച കർമ്മ യഥാശ്ചേന ഗച്ഛതി തത് പദ്ഭ്യാം അന്യഥാവാനവാഗച്ഛതീതി. നീ ഒരു സ്ഥലത്ത് പോകണം, എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഈസ്റ്റ് കോട്ട് വരെ പോകണം. എങ്ങനെ പോവാം? ഈസ്റ്റ് കോട്ടിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മുടെ എപ്പോഴും ബസ്സുണ്ട്, സിറ്റി സർവീസ് ബസ്സുണ്ട്, അതിൽ കയറി വേണമെങ്കിൽ പോവാം. അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പോവാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാറെടുത്ത് പോവാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ലിഫ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഈ യൂബർ പിടിച്ച് പോവാം. അപ്പോൾ എങ്ങനെയാണ്? യഥാശ്യേന ഗച്ഛതി പദ്ഭ്യ, നടന്നു പോവുകയോ വണ്ടി പിടിച്ച് പോവുകയോ അല്ലെങ്കിൽ അന്യഥായിട്ട് പോവുകയോ ചെയ്യാം. ഈ കർമ്മങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ ഈ ബ്രഹ്മജ്ഞാനത്തിന് എന്താണ്? അതിങ്ങനെ ഇരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് കർമ്മം ചെയ്ത് നേടുന്നതല്ല. അതിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ ബ്രഹ്മത്തെ അറിയുകയാണ്. ബ്രഹ്മം ഇങ്ങനെ ഇരിക്കുകയാണ്, ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാവുകയാണ്. യഥാ അതിരാത്രേ ഷോഡശനം ഗ്രഹണാദി ന അതിരാത്രേ ഷോഡശനം ഗ്രഹണാദി. ഇപ്പോൾ കർമ്മങ്ങളിൽ പലതരത്തിൽ
ഇപ്പോൾ ഈ പാത്രം സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഉദിതേ ജുഹോതി, അനുദിനേ ജുഹോതി. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു കർമ്മം ചെയ്യാം. അഗ്നിഹോത്രം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഉദിച്ചതിന് ശേഷം ചെയ്യാം. ഇങ്ങനെ പലതരത്തിലുള്ള പുരുഷബുദ്ധി നമുക്ക് അവിടെ ഉപയോഗിക്കാം. വിധി പ്രതിഷേധാശ്ചർത്ഥവന്ത സ്യു വികൽപ്പോത് സർഗാപവദാശ. വികല്പങ്ങൾ അവിടെ പോസിബിളാണ്. പലതരം ഈ നമ്മുടെ കർമ്മങ്ങളിൽ വികല്പങ്ങൾ ചെയ്യാം. ഇപ്പോൾ സിനിമ ഉണ്ടാക്കുന്നു, ഓരോരുത്തരുടെ വികല്പമല്ലേ സിനിമ എന്ന് പറയുന്നത്. അവർക്ക് തോന്നുന്ന രീതിയിൽ ഒരു കാര്യത്തെ, ഒരു സംഭവത്തെ തന്നെ ഡയറക്ടർക്ക് തോന്നുന്ന രീതിയിൽ ചിത്രീകരിക്കാം. അത് അയാളുടെ എന്താണ്, വികല്പമാണ്, അയാളുടെ കലാസൃഷ്ടിയാണ്. അത് എങ്ങനെ വേണമെങ്കിലും ഒരേ കാര്യത്തിൽ തന്നെ അയാളുടെ വികല്പം പോലെ ചിത്രീകരിക്കാം. പക്ഷെ ബ്രഹ്മത്തെ അതുപോലെ വികല്പം പോലെ ചിത്രീകരിക്കാൻ പറ്റുമോ? ഞാൻ കണ്ട ബ്രഹ്മം ഇങ്ങനെയാണ്, നിങ്ങൾ കണ്ട ബ്രഹ്മവും ഞാൻ കണ്ട ബ്രഹ്മവും തമ്മിൽ വികല്പം ഉണ്ടാവാൻ പറ്റുമോ? വസ്തുവിൻ്റെ സ്വരൂപമാണ്. ബ്രഹ്മത്തിന് ഒരു രൂപമേ ഉള്ളൂ, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. അല്ലെങ്കിൽ ഞാൻ കണ്ട ബ്രഹ്മ ഇങ്ങനെയാണ്, അതിങ്ങനെ അതിന് കുറച്ച് പച്ച നിറമാണ്, പറ്റുമോ? അപ്പോൾ ആര് കാണുന്ന ബ്രഹ്മവും ഒരുപോലെ ഇരിക്കത്തുള്ളൂ, അതിന് വികല്പമില്ല. നതു വസ്തു ഏവം നൈവബസ്തി നാസ്തീതി വാ വികല്പ്യതേ. വസ്തുവാണത്, വസ്തുതന്ത്രമാണ്, വസ്തുവിൻ്റെ സ്വരൂപമാണ്. അവിടെ വികല്പം സാധ്യമല്ല. അത് അതിൻ്റെ സ്വരൂപം എങ്ങനെയോ അങ്ങനെ അതിരിക്കത്തുള്ളൂ. വികല്പനാസ്തു പുരുഷബുദ്ധിയാപേക്ഷ. വികല്പനങ്ങളെല്ലാം പുരുഷബുദ്ധിയെ അപേക്ഷിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടു, പുരുഷതന്ത്രവും വസ്തുതന്ത്രവും പറഞ്ഞില്ലായിരുന്നു. പുരുഷൻ നമ്മൾ ചെയ്ത് ഒരു കാര്യം നേടുന്നത് പുരുഷതന്ത്രമാണ്. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് വസ്തുതന്ത്രമാണ്, വസ്തുവിൻ്റെ സ്വരൂപമാണ്. അത് നമ്മൾ കർമ്മം ചെയ്ത് നേടുന്നതല്ല. ന വസ്തു യാഥാത്മ്യജ്ഞാനം പുരുഷബുദ്ധിയാപേക്ഷം. ഒരു കർമ്മം ചെയ്ത് നേടുന്നത് പുരുഷബുദ്ധിയെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ ഭാവനയ്ക്കും നമ്മുടെ പുരുഷബുദ്ധിക്കും അനുസരിച്ച് നമ്മളൊരു വീട് വയ്ക്കുന്നു. നമ്മുടെ അടുക്കള ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മളത് ഡിസൈൻ ചെയ്തിട്ട് നമ്മളതിലെ പരിഷ്കാരങ്ങൾ, അതിലെ ഇത്രയും കാലം ഇത്രയും വീടുകൾ ഉണ്ടാക്കിയാൽ എല്ലാ കിച്ചണും എല്ലാം ബെഡ്റൂം ഒരുപോലെ ഇരിക്കുമോ? ഓരോരുത്തരുടെ പുരുഷബുദ്ധി അനുസരിച്ച് അവരതിനെ എന്ത് ചെയ്യുന്നു, അവർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള രീതിയിൽ പുരുഷബുദ്ധി ഉപയോഗിച്ച് അതിനെ മാറ്റുന്നു. ഈ ബ്രഹ്മജ്ഞാനം അതുപോലെ മാറ്റാൻ പറ്റുമോ? ഞാൻ ഉണ്ടാക്കിയ ബ്രഹ്മം ഇങ്ങനെയൊക്കെ ഇരിക്കണം, സാധ്യമല്ല. നഹി സ്ഥാണവേകസ്മിൻ സ്ഥാണു. അപ്പോൾ സ്ഥാണുവിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് അടുത്ത് തുടരുകയാണ്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.